ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലോ നവംബറിലോ ഈ വർഷം തന്നെ നടക്കാനിരിക്കെ അവിടെ വീണ്ടും അധികാരമുറപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രം മെനഞ്ഞിരിക്കുകയാണ് BJP. പക്ഷേ ആ തന്ത്രം പഴയത് തന്നെയാണ്. ഈ അടുത്ത കാലത്തൊക്കെ നാം കണ്ട ആ ഒരു തന്ത്രം തന്നെയാണ് ഹരിയാനയിലും BJP പയറ്റുന്നത്. അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് ഉള്ള നേതാക്കളെയും പ്രവർത്തകരെയും തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതലായി പാർട്ടിയിൽ എത്തിക്കുക. ഇതിനായിട്ട് ഹരിയാന മുഖ്യമന്ത്രി നായിബ് സിംഗ് അധ്യക്ഷതയിൽ തന്നെയാണ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ബിജു ജനതാദൾ JJP അത് BJPയുടെ ഘടകകക്ഷിയായിരുന്നു ഹരിയാനയിൽ. അവർ ഒന്നിച്ചാണ് ഭരിച്ചത്. ഇപ്പോൾ രണ്ടുപേരും സഖ്യം പിരിഞ്ഞ അവസ്ഥയിലാണ്. JJP അതുപോലെ കോൺഗ്രസ്, അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ്, ഇവരിൽ നിന്നെല്ലാം നേതാക്കളെയും പ്രവർത്തകരെയും മറ്റും അടർത്തി എടുക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ 90 അംഗ നിയമസഭയിൽ BJPക്ക് 40 സീറ്റാണ് ലഭിച്ചത്. 46 സീറ്റ് വേണമായിരുന്നു ഭരിക്കാൻ. അവിടെ ഈ ചൗട്ടാലയുടെ JJP എന്ന പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് BJP ഭരിച്ചത്. പിന്നീട് JJP പിളരുകയും അതിലൊരു ഭാഗം BJPയോടൊപ്പം നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഭൂരിപക്ഷം തികച്ച് BJP മുൻപോട്ട് പോയത്. കോൺഗ്രസിന് അന്ന് 31 സീറ്റുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി എതിർപക്ഷത്തുള്ള പാർട്ടികളെ ക്ഷീണിപ്പിക്കുക എന്ന തന്ത്രമാണ് BJP ഇവിടെ പയറ്റുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇതേ തന്ത്രം തന്നെ മഹാരാഷ്ട്ര, ബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും നടത്തിയിരുന്നു. പക്ഷേ അവിടങ്ങളിലൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് BJPക്ക് നേരിടേണ്ടി വന്നത്. ഏതായാലും ഈ പഴയ പണി എത്രത്തോളം ഹരിയാനയിൽ BJPക്ക് നേട്ടം കൊയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.